ഹേ ഓൾ, നാട്ടിലായതുകൊണ്ട് തന്നെ വീട്ടിലൊരു ദിവസമാവാന്ന് കരുതി ഇന്നത്തെ വീഡിയോ. ഞാൻ അതിരാവിലെ എണീറ്റെന്നൊന്നും പറയില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റുടനെ അറിയാമല്ലോ എൻ്റെ ഫേവറേറ്റ് സാധനം ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതേ കണ്ടില്ലേ മാവെന്നറിയാം മാവിൽ ഒബ്വിയസ്ലി മാങ്ങയാണല്ലോ ഉണ്ടാവുക. കുറച്ചു നേരം അതൊക്കെ പറിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ചാമ്പയ്ക്കായി. ഈ എരിപൊരി വെയിലത്താണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തത്. ഗവൺമെൻറ് ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങരുതെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, ആരെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ എനിക്ക് അപ്പം തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടത്തിന് പുറത്തിറങ്ങി ദേ കണ്ടില്ലേ വെയിൽ കൊണ്ട് വാടിക്കരിഞ്ഞ് ആകെ മൊത്തത്തിൽ മേലിൽ മൊത്തം എരിയണ പോലത്തെ ഒരു ഫീലായിരുന്നു ഗൈസ്. ആരും ആ സമയത്ത് പുറത്തിറങ്ങരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരമായിട്ടുണ്ടല്ലോ നാരങ്ങ വെള്ളം, ദേ അതങ്ങോട്ട് കാച്ചി. അതുണ്ടാക്കുന്ന വിധം എല്ലാവർക്കും ഒന്നും അറിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അതുണ്ടാക്കുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഇതിവിടെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ചോറ് കഴിച്ചു. ഫുഡ് അതാണല്ലോ മെയിൻ. നന്നായിട്ട് ചിക്കൻ കറിയും തോരനെ കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി. ഈ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഈ കെട്ടിയൊരുങ്ങിയ വീഡിയോ അതായത് ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആരും കാണാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് സന്ധ്യയായി. അത് കഴിഞ്ഞപ്പോൾ ചായ കുടിച്ചു. എന്താണെന്നറിയില്ല, എരിപൊരി വെയിലാണ്, ഈ നശിച്ച പണ്ടാനം വെയിലൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അതങ്ങോട്ട് ഏറ്റു. നല്ലൊരു മഴ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതും ആർക്കും ഉണ്ടാക്കാൻ അറിയാൻ വലിയ ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പാവും. ദോശയും ചിക്കൻ കറിയും സൂപ്പറായിട്ട് കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലൈക്ക് ഞാനെന്തോ ഡയറി എഴുതിയിട്ടൊക്കെ രാത്രി കിടന്നുറങ്ങുന്നത്. ഒരിക്കലുമല്ല. അത്ര നല്ല സ്വഭാവവും അത്ര നല്ല ശീലമൊന്നും എനിക്കില്ല. ഇത് കണ്ടൻറ്റ് മറ്റുള്ളവർ ചെയ്തത് എഴുതി വെച്ചിരിക്കുകയാണ്. കോപ്പി അടിച്ച് ഇങ്ങനെ എഴുതി നോട്ട് ചെയ്യാണ്. കാരണം അതാകുമ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ട് ഇടാമല്ലോ ഇത്. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോട്ടെ.